എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാം, ലേൺ ഡിജിറ്റൽ അക്കാഡമി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബാനർ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ബാനർ ഡിസൈൻ ആദ്യം ഒരു ഇമേജ് ഓപ്പൺ ചെയ്യും. ഓക്കെ, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു ഇമേജ് ആണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണ്ടത്. അപ്പം ഞാൻ ഈ ലെയർ അൺലോക്ക് ചെയ്തു. ഇനി അടുത്തത് വേണ്ടത് കൺട്രോൾ O പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, എനിക്ക് ഈ ഫോട്ടോയിൽ ഇത് ക്രോപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്ന സബ്ജക്റ്റിനെ ക്രോപ്പ് ചെയ്തെടുക്കണം. അപ്പം അതിന് ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു സെലക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സെലക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ലെയർ ഓപ്ഷനിൽ പോവാം. എന്നിട്ട് ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്യാം. ഓക്കെ, റിവീൽ സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രമായിരിക്കും വിസിബിൾ ആവുന്നത്. ഇതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലെയർ എനിക്ക് മൂവ് ടൂൾ യൂസ് ചെയ്ത് കൺട്രോൾ C കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോപ്പി ആയി. എന്നിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. കൺട്രോൾ V കൊടുത്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഇമേജ് ഭയങ്കരമായിട്ട് വലുതായിട്ടിരിക്കും. അപ്പം ഞാനിത് ചെറുതാക്കിയിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, ഓക്കെ, ഞാനിങ്ങനെ പ്ലേസ് ചെയ്തു. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു പുതിയ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ പുതിയ ലെയറിനകത്ത് എനിക്ക് ഫ്രെയിം ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കുറച്ച് മൾട്ടിപ്പിൾ ഫ്രെയിം ടൂൾസ് ഉണ്ട്. എനിക്കിവിടെ റെക്ടാങ്കുലർ ഫ്രെയിം ടൂൾ ഉണ്ട്, എലിപ്റ്റിക്കൽ ഫ്രെയിം ടൂൾ ഉണ്ട്. അപ്പോൾ ഞാൻ എലിപ്റ്റിക്കൽ ഫ്രെയിം ടൂൾ വെച്ചിട്ട് ഞാൻ ആദ്യത്തെ ഫ്രെയിം വരയ്ക്കും. എന്നിട്ട് ഇതെനിക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ J കൊടുത്ത് മൂവ് ടൂൾ വെച്ച് എനിക്കിത് നീക്കാം. വീണ്ടും കൺട്രോൾ J കൊടുത്ത് മൂവ് ടൂൾ വെച്ച് എനിക്ക് ഇമേജ് നീക്കാം. ഇനി ഈ ഫ്രെയിം ടൂളിനകത്ത് എനിക്ക് കുറച്ച് ഇമേജസ് കാണാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് എനിക്ക് ഇതിനകത്ത് ഏതൊക്കെ ഇമേജസ് ആണ് വേണ്ടത് അതെല്ലാം എനിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഇമേജ് സെലക്ട് ചെയ്ത് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇമേജ് ചെയ്യും. ഓക്കെ, സെയിം തന്നെ എനിക്ക് ഇവിടെയും ചെയ്യാം. എനിക്ക് വേറെ ഇതിൽ ഇമേജ് എടുത്ത് ഇടണമെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ഈ ഫ്രെയിം ടൂളിൻ്റെ മാന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഇമേജ് അതിൻ്റെ അകത്തായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിനകത്തുള്ള ഇമേജ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആ ഇമേജ് ലെയർ സെലക്ട് ചെയ്ത് എനിക്ക് മൂവ് ടൂൾ വെച്ച് ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും. ഓക്കെ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ വരയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് വെൽക്കം ടു ബാംഗ്ലൂർ എന്നിട്ട് ഇതിൻ്റെ സൈസ് ഞാൻ കൂട്ടി വയ്ക്കും. ഓക്കെ, എന്നിട്ട് ഇത് എനിക്ക് സെൻട്രൽ ലൈൻ ചെയ്യണം. ഓക്കെ, വെൽക്കം നടുക്ക് വരണം, ടൂവും നടുക്ക് വരണം, ബാംഗ്ലൂറും നടുക്ക് വരണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലൈൻമെന്റ് ലെഫ്റ്റാണ്. ഞാനിത് സെൻട്രൽ ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ബാനർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മുടെ ബാനർ ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാൻ. ഈ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കും. നന്ദി.